പ്രിയമുള്ളവരെ, വചനജ്വാല 1170 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 13 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ ഈ സുപ്രഭാതത്തിലെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. എലീഫാസ് വീണ്ടും സംസാരിക്കുന്നു. തോമാന്യനായ എലീഫാസ് പറഞ്ഞു, ബുദ്ധിമാൻ പൊള്ള വാക്കുകൾ കൊണ്ട് വാദിക്കുമോ? അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് തന്നെ നിറയ്ക്കുമോ? നിഷ്പ്രയോജനമായ വിവാദത്തിൽ അവൻ ഏർപ്പെടുമോ? ഉപകാരമില്ലാത്ത വാക്കുകൾ അവൻ ഉപയോഗിക്കുമോ? എന്നാൽ നിനക്ക് ദൈവഭയം ഇല്ലാതായിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത പോലും നിന്റെ മനസ്സിലില്ല. അകൃത്യങ്ങളാണ് നിന്റെ നാവിനെ ഉപദേശിക്കുന്നത്. വഞ്ചനയുടെ ഭാഷയാണ് നീ തിരഞ്ഞെടുക്കുന്നത്. ഞാനല്ല, നീ തന്നെയാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത്. നിന്റെ അധരം നിനക്കെതിരെ സാക്ഷ്യം നൽകുന്നു. നീയാണോ ആദ്യത്തെ മനുഷ്യൻ? പർവ്വതങ്ങൾക്ക് മുമ്പേ നീ ജനിച്ചുവോ? ദൈവത്തിന്റെ ആലോചനാ സഭയിലെ വിചിന്തനങ്ങൾ നീ കേട്ടിട്ടുണ്ടോ? ജ്ഞാനം മുഴുവൻ നീ കൈയടക്കി വെച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്താണ് നിനക്കറിയാവുന്നത്? ഞങ്ങൾക്ക് വ്യക്തമല്ലാത്ത എന്താണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത്? നരബാധിച്ചവരും വൃദ്ധരും ഞങ്ങളുടെ ഇടയിലുണ്ട്. അവർക്ക് നിന്റെ പിതാവിനേക്കാൾ പ്രായമുണ്ട്. ദൈവത്തിന്റെ സമാശ്വാസങ്ങളും നിന്നോട് സൗമ്യമായി പറയുന്ന വാക്കുകളും നിനക്ക് നിസ്സാരമാണോ? എന്തുകൊണ്ടാണ് നീ വികാരാധീനരാകുന്നത്? എന്തിനാണ് നിന്റെ കണ്ണുകൾ ജ്വലിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ ദൈവത്തിനെതിരെ കോപം അഴിച്ചുവിടുന്നത്? ഇത്തരം വാക്കുകൾ നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്തുകൊണ്ട്? മനുഷ്യനെ നിഷ്കളങ്കനായിരിക്കാൻ കഴിയുമോ? സ്ത്രീയിൽ നിന്ന് ജനിച്ചവന് നീതിമാനായിരിക്കാൻ സാധിക്കുമോ? തന്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം വിശ്വാസം അർപ്പിക്കുന്നില്ല. അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗവും നിർമ്മലമല്ല. മ്ലേച്ഛനും നീചനും വെള്ളം പോലെ അനീതി പാനം ചെയ്യുന്നവനുമായ മനുഷ്യൻ അവരെക്കാൾ എത്രയോ താഴെയാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ സ്റ്റെനിസ്ലാസ് കോസത്കായെ അനുസ്മരിക്കുന്ന ദിവസമാണ്. AD 1550 പോളണ്ടിലെ പ്രശസ്തനായ ഒരു സെനറ്ററുടെ മകനായി സ്റ്റെനിസ്ലാവസ് ജനിച്ചു. അവനെ അമ്മ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ അമ്മയുടെ വയറ്റിൽ ഈശോ എന്ന തിരുനാമം പ്രകാശലിഖിതമായി കാണപ്പെട്ടു. അവനെ ഈശോ സഭയിലേക്ക് വിളിക്കുന്നതായി അമ്മയ്ക്ക് തോന്നി. 14-ാം വയസ്സിൽ സഹോദരനും സുഹൃത്തുമൊപ്പം വിയന്നയിൽ പഠിക്കാൻ പോയി. മറ്റു 2 പേരും ഉല്ലസിക്കുമ്പോൾ സ്റ്റനിസ്ലാസ് മാറി നിന്നിരുന്നത് കൊണ്ട് അവനെ മാനസികമായി തളർത്തി. മരിക്കത്തക്ക അവസ്ഥയിലെത്തി. ആ ലൂതറൻ ഭവനത്തിൽ അന്ത്യകൂദാശ വരെ നിഷേധിക്കപ്പെട്ടു. വിശുദ്ധ ബർബാറ അവനെ വിശുദ്ധ കുർബാന നൽകി. മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈശോ സഭയിൽ ചേരാൻ പറഞ്ഞുകൊണ്ട് അവനെ പൂർണ്ണമായി സുഖപ്പെടുത്തി. എന്നാൽ തന്റെ പിതാവിനെ ഈശോ സഭയോടുള്ള എതിർപ്പ് മൂലം അത് സമ്മതിച്ചില്ല. അതിനാൽ ഭിക്ഷുവേഷം ധരിച്ച് വീട്ടിൽ നിന്നും
720 കിലോമീറ്റർ നടന്ന് വിശുദ്ധ പീറ്റർ കനീഷന്റെ അടുത്തെത്തി. അവിടെ നിന്നും 1250 കിലോമീറ്റർ കൂടി നടന്ന് റോമായിലെത്തി ഈശോ സഭയിൽ ചേർന്നു. അവന്റെ വിശുദ്ധിയും നൈർമല്യവും എല്ലാവരുടെയും പ്രിയങ്കരനാക്കി. ആരോഗ്യം മെച്ചമായിരുന്നില്ലെങ്കിലും പ്രായശ്ചിത്ത പ്രവൃത്തികൾ തുടർന്നിരുന്നു. സ്വർഗാരോപണ തിരുനാളിൽ മരിക്കാനുള്ള ഭാഗ്യം വാങ്ങിത്തരണമെന്ന് തന്റെ സുപ്പീരിയറോട് പറഞ്ഞിരുന്നു. പിന്നീട് പനി പിടിച്ച് റക്ടറച്ചൻ സ്വർഗാരോപണ തിരുനാളിന്റെ ആഘോഷമായ ദിവ്യബലി ആരംഭിക്കുന്ന സമയത്ത് സ്റ്റാനിസ്ലാവസിന്റെ ആത്മാവ് സ്വർഗോരോപിതമായി. വിശുദ്ധ സ്റ്റാനിസ്ലാവസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു.